ഹലോ ഗൈസ്, ഇന്ന് എൻ്റെ കമ്പ്യൂട്ടർ സയൻസ് എക്സാം ആയിരുന്നു. +1 കുഴപ്പമില്ലാത്ത പരീക്ഷ ആയിരുന്നു. ക്രിസ്മസ് വെക്കേഷൻ കഴിഞ്ഞിട്ടായാലും ക്രിസ്മസ് വെക്കേഷനിലൊന്നും പഠിച്ചിട്ടുണ്ടായിരുന്നില്ല. ഇതിനകത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു 4-5 സീറ്റോളം ഉണ്ട്. ഞാൻ ഇതിനകത്ത് വെച്ച് നോക്കുമ്പോൾ ഒരു ആവറേജ് എക്സാമാണ് എനിക്ക്. ഇതിനകത്ത് എൻ്റെ ഫസ്റ്റത്തെ ശരിയാണ്, രണ്ടാമത്തെ ബേസ് റാഡിസ് അതൊക്കെ ആൻറ്റിവൈറസ്, ഇതിനകത്ത് 7, ഇതിനകത്ത് 5, അഞ്ചാമത്തെ 5 തന്നെയാണ്. പിന്നെ ആറാമത്തേൽ ഞാൻ ആറ് നീഡ്സ് ടു ബി സോർട്ടഡ് ആണ് എഴുതിയത്. പക്ഷേ ആൻസർ ടേക്സ് നോട്ട് ടൈമാണ്. അങ്ങനെ അത് തെറ്റി. എന്നാലും 5 ദിവസം എഴുതിയാൽ മതി 6 അപ്പോൾ അതിൽ 5 മാർക്ക് കിട്ടി. പിന്നെ ഇതിനകത്ത് 7ാമത്തെ എനിക്ക് കിട്ടിയില്ല, വെറുതെ ഉണ്ടാക്കി കിട്ടിയ നല്ല തെറ്റാണ്. പിന്നെ 8ാമത്തേൽ ഞാൻ ചെയ്തിട്ടുണ്ട്, എന്നാലും അതിന് 2 മാർക്കാണെങ്കിലും അര മാർക്ക് കിട്ടാൻ സാധ്യത കിട്ടിയിരുന്നു. പിന്നെ 9ാമത്തെ ശരിയായിട്ട് രണ്ടും അങ്ങോട്ട് സൈൻ മാറ്റിയാൽ മതി. പിന്നെ 10ാമത്തേൽ റാമും പ്രൊമോദും ഒക്കെ പിന്നെ അതും ശരി. പിന്നെ ഈ വേസ്റ്റ് ചെയ്ത് 2 എഴുതിയാൽ 2 മാർക്ക് കിട്ടിയിട്ടുണ്ട്, 2 അങ്ങനെ കിട്ടിയില്ല. അങ്ങനെ ഈ പേജിൽ നിന്ന് 2, 4, 5, 6, 6.5 മാർക്ക് ചെയ്യുന്ന കിട്ടിയത്. പിന്നെ ഇതിനകത്ത് അഡ്മിനും 25th ഡിസംബർ ഡേറ്റ് ഒക്കെ എടുത്തും. ഇത് ശരിയായിട്ട് ഇതിനകത്ത് #ടാഗ് പാടില്ല. പിന്നെ ഇതിൽ ഡിജിറ്റ് ഫസ്റ്റ് പാടില്ല, നമ്മുടെ സ്പേസ് അങ്ങനെ എക്സ്പ്ലെയിൻ ചെയ്യാൻ പറഞ്ഞാൽ അങ്ങനെ ഇതിന് 2 മാർക്ക്. പിന്നെ ബേസ് സ്ട്രക്ചർ എഴുതിയിട്ടുണ്ട്, അത് ഓക്കെയാണ്. പിന്നെ ജമ്പ് സ്റ്റേറ്റ്മെൻറ്റ് എഴുതിയില്ല, ഇത് 2 എഴുതിയില്ല, ഇത് കിട്ടിയില്ല. ഇതൊക്കെ പഠിക്കാത്തതിൻ്റെ ഇത് സിമ്പിളായിരുന്നു പേപ്പർ, പഠിക്കാത്തതുകൊണ്ട് കിട്ടില്ല. പിന്നെ ഇതിനകത്ത് എഴുതിയിട്ടുണ്ട് ഇത് നാൻഡിനോറാണെങ്കിലും അത് വെറുതെ മറന്ന് എഴുതിയില്ല, അങ്ങനെ പറയുന്നത്. പിന്നെ അടുത്തതിൽ 21ൽ ഇതൊക്കെ അങ്ങനെ 3 മാർക്ക് കിട്ടിയിട്ടുണ്ട്. ഇത് മറ്റേ ബൈനറി ഒക്ടല് ബേസ് കണ്ടുപിടിക്കാൻ വരുന്നു. ഇനി ഇതിനകത്ത് 3 മാർക്ക് ഉണ്ടെങ്കിൽ 1 മാർക്ക് കിട്ടുള്ളൂ. 22 പിന്നെ 23ൽ എൻട്രി ലോപ്പ് അങ്ങനെ കിട്ടിയില്ല. പിന്നെ ഇതിനകത്ത് അര മാർക്ക് കിട്ടും. ടോക്കൺസിൽ ഞാൻ മറ്റേ പഞ്ചായത്തിലും 30 മറന്നു, അതുകൊണ്ട് അത് 3 എഴുതിയുള്ളൂ. അങ്ങനെ പിന്നെ 27ൽ അര വെച്ച് എല്ലാത്തിനും കിട്ടും. ഞാൻ ഇത് കാൽക്കുലേറ്റ് എനിക്കറിയില്ല, ഞാൻ വെറുതെ എന്നുള്ളത് പ്രതിക്കിട്ട് 3 പിന്നെ 5 വെറുതെ അങ്ങനെ എഴുതിയുള്ളൂ. ഇത് എഴുതിയില്ല, ഇത് എഴുതിയില്ല. ഇതൊക്കെ സിമ്പിളായിട്ടോ, പക്ഷേ എഴുതിയില്ല. പിന്നെ ലാസ്റ്റത്തെ പേജിൽ 30ാമത്തെ ഡീമോർഗൻ കിട്ടിയാണ് 2 മാർക്ക്. ഇത് കിട്ടിയില്ല, ഓർക്കണമായിരുന്നു, പക്ഷേ മറന്നു. പിന്നെ ഇത് എഴുതിയിട്ടുണ്ട്. അങ്ങനെ ഇതിനകത്ത് നിന്ന് 2 മാർക്ക് കിട്ടും. ഇവിടെ 2 മാർക്ക് കിട്ടും. ഇത് പിന്നെ എക്സ്പ്ലെയിൻ ഫണ്ടമെന്റൽ യൂണിറ്റ്സ് കമ്പ്യൂട്ടർ അത് എഴുതിയില്ല. ഈ ഫംഗ്ഷനുകൾ എഴുതി, ഫയൽ മാനേജ്മെൻറ്റ് അങ്ങനെ സംഭവം എഴുതി. 32 A B എഴുതിയില്ല. അങ്ങനെ ടോട്ടല് കൂട്ടി നോക്കിയപ്പോൾ ഒരു 25, 28 അത്ര മാർക്ക്. കുഴപ്പമില്ല, ഞാൻ പഠിക്കാത്തതിൻ്റെ മാർക്ക് പറഞ്ഞതാണ്. സിമ്പിൾ പേപ്പറായിരുന്നു. ഇത്രയേ ഉള്ളൂ കമ്പ്യൂട്ടർ സയൻസ്. അങ്ങനെ എക്സാം ക്രിസ്മസ് എക്സാം എല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഓക്കെ.